ഇന്ന് നമ്മുടെ സർഗം കിച്ചണിൽ ആശാളി കൊണ്ട് നല്ലൊരു കഞ്ഞി തയ്യാറാക്കാം. കർക്കിടക മാസത്തിലെ നല്ലൊരു കഞ്ഞിയാണിത്, ആശാളി കഞ്ഞി. അപ്പം നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് ഈ വീഡിയോ കൂടെ കാണിക്കാം. ഇപ്പോഴത്തെ കാലത്ത് എല്ലാ പെൺകുട്ടികൾക്കൊക്കെ PCOD വരുന്നത് അത് കുറയാനായിട്ടും പിന്നെ അതുപോലെ നല്ലോണം അയൺ കണ്ടന്റ് ഉള്ള ഒരു കഞ്ഞിന്. അപ്പോൾ ഈ കർക്കിടക മാസത്തിൽ എല്ലാവരും വെച്ച് കഴിച്ചു കഴിഞ്ഞാൽ ഒരു കൊല്ലം മുഴുവൻ നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടുന്നതാണ്. ഇമ്മ്യൂണിറ്റി പവർ കൂടും, ദഹനശക്തിക്ക് നല്ലതാണ്. അതുപോലെ തന്നെ ഫോളിക് ആസിഡ് കൂടാനും പിന്നെ മുടി കൊഴിച്ചലിനും ഒക്കെ നല്ലതാണ്. ലേഡീസിന് വളരെയധികം നല്ലതാണ് ഈ ആശാളി വെച്ചിട്ടുള്ള കഞ്ഞി. ആശാളി കഞ്ഞി തയ്യാറാക്കാൻ നമ്മൾ 1 ടേബിൾ സ്പൂൺ ആശാളി എടുത്തിട്ടുണ്ട്. ഇതാണ് ആശാളി. പച്ചമരുന്ന് കടയിൽ നിന്ന് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സീഡാണ്. മുടി കൊഴിച്ചലിനും രക്തം വയ്ക്കാനും അതുപോലെ omega-3 ഫാറ്റി ആസിഡ്, ഫോളിക് ആസിഡ്, വിറ്റാമിൻസ്, പ്രോട്ടീൻ, കലവറ അങ്ങനെ വളരെയധികം ഗുണമുള്ളതാണ് നമ്മുടെ ആശാളി. സ്ത്രീകൾക്ക് PCOD വരാണ്ടിരിക്കാനൊക്കെ ഉപയോഗിക്കുന്നതാണ്. അപ്പം നമ്മൾ ഇപ്രാവശ്യം കർക്കിടകത്തിൽ ആശാളി കൊണ്ടൊരു കഞ്ഞി തയ്യാറാക്കാമെന്ന് വെച്ചു. ഇപ്പോൾ എല്ലാവർക്കും നല്ലതാണ്, സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് നല്ലതാണ്. അപ്പം ഞാൻ 1 ടേബിൾ സ്പൂൺ നിറവ് ആശാളി എടുത്തിട്ടുണ്ട്. ഉണക്കല്ലരി 1/4 ടേബിൾ സ്പൂൺ. ആശാളി നമ്മൾ പെട്ടെന്ന് തന്നെ കഴുകി ഒരു 4-5 മണിക്കൂറെങ്കിലും വെള്ളത്തിൽ കുതിർത്തിട്ട് വെച്ചാൽ നല്ലതാണ്. അങ്ങനെ കുതിർത്ത് ഇട്ട് വെച്ചതിന് ഈ ആശാളി അപ്പോഴാണ് പെട്ടെന്ന് വെന്ത് ശരിയാവുള്ളൂ. ഇത് 1/4 ടേബിൾ സ്പൂൺ ആശാളി 5 മണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്തി വെച്ചത്. 3 മണിക്കൂറെങ്കിലും ഒന്ന് കുതിർത്തിയാൽ മതി. ഇതിപ്പോൾ ഞാൻ നേരം കിട്ടിയപ്പോൾ കുറച്ചധികം നേരം കുതിർത്തു എന്നുള്ളൂ. ഉണക്കല്ലരി വെള്ളത്തിൽ ഇതുപോലെ തന്നെ കുതിർക്കാനിട്ടുണ്ട്. 1 ചെറിയ സ്പൂൺ ഉലുവയും കൂടി ചേർത്തിട്ടുണ്ട്. അതും ഇതുപോലെ 3 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ആശാളി, അതുപോലെ തന്നെ ഉണക്കല്ലരി, ഉലുവ, ആവശ്യത്തിന് ഉപ്പ്, നല്ല ജീരകം, ഒരു നുള്ള്, ഒരു ടേസ്റ്റ് കിട്ടാനായിട്ട്. 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് വേവിക്കാനായിട്ട് അടുപ്പത്ത് വയ്ക്കാം. ഇത് മൂടി വെച്ച് ഒന്ന് തിളച്ച് വരട്ടെ. കുക്കറിലേക്ക് മാറ്റി, അതിൽ ആകുമ്പോൾ വേവില്ലാന്ന് തോന്നി. അപ്പോൾ കുക്കറിൽ മാറ്റി ഒരു 4 വിസിലടിച്ചു. അതിന് ശേഷമാണത് കണ്ടതൊക്കെ വെന്തിട്ടുണ്ട്. ഇതിങ്ങനെ ഇനി വേവാം. ഇനി നമുക്ക് ഇത് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ നാളികേരപ്പാൽ, 1-ാം പാൽ നമ്മൾ ചേർക്കാം. എന്നിട്ടൊന്ന് ചേർന്ന് വന്നാൽ മതി. അപ്പം നമ്മുടെ ആശാളിക്കഞ്ഞി റെഡി ആയിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കഞ്ഞിയാണിത്. ഇത് നല്ല മുടി കൊഴിച്ചിൽ കുറയാനും അതുപോലെ തന്നെ ഫോളിക് ആസിഡ് കൂടാ. ഇപ്പോഴത്തെ ലേഡീസിന് വരുന്ന PCOD അതുപോലെ പല അസുഖങ്ങൾക്കും വളരെ നല്ലതാണ്. ഇത് കർക്കിടകത്തിൽ കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കൊല്ലം ഫുള്ളായിട്ട് നമുക്ക് ഇമ്മ്യൂണിറ്റി പവർ കിട്ടും. അതുപോലെ എല്ലാ തരം ബെനിഫിറ്റ്സും കിട്ടുന്നതാണ്. അപ്പം നമ്മുടെ കഞ്ഞി റെഡി ആയിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ല ദഹനശക്തി കിട്ടുന്ന ഒരു കഞ്ഞിനിത്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കഞ്ഞിന്. ആശാളി നല്ല പലതരം ഗുണങ്ങളുള്ളതാണ്. നമുക്ക് ലേഡീസിനൊക്കെ അത്യാവശ്യം വേണ്ടതാണ് ആശാളി കഞ്ഞി. ഇതുപോലുള്ള പാചക വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിന് വേണ്ടി ഈ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യൂട്യൂബിൽ സർഗം കിച്ചൺ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക.